ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ അങ്ങനെ വോട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാം. എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്? ആരൊക്കെ ഉണ്ട് വോട്ടിങ്ങിലെന്ന് അറിയണ്ടേ? നമ്മൾ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം ആരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് പോവേണ്ടത്, ആരൊക്കെ പോകണ്ട. നമ്മുടെ ബിഗ് ബോസിൽ എങ്ങനെയാണോ വോട്ടിംഗ് ഉള്ളത് അതുപോലെ തന്നെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലും അതാ അവസാനത്തെ 12 പേരെ വെച്ചിട്ട് വോട്ടിംഗ് ലൈൻസ് തുറന്നു തന്നിരിക്കുകയാണ്. പക്ഷെ എപ്പോഴാണ് വോട്ടിംഗ് ലൈൻസ് തുറന്നു തരുന്നത്? ഇപ്പൊ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. എപ്പോ തുറക്കും? ഇന്ന് 4 പേര് കൂടി ഔട്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിപരീക്ഷയുടെ ഈ ഒരു സീസൺ അല്ലെങ്കിൽ സീസൺ 1 എന്ന് നമുക്ക് പറയാം ഒരു ഭൂലോക പരാജയമാണ് ഇത്രയും ദിവസവും. പക്ഷെ എനിക്ക് തോന്നുന്നു നാളത്തെ എപ്പിസോഡ് മുതൽ പ്രൊമോയൊക്കെ കണ്ടത് വെച്ച് എന്താണ് കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ബിഗ് ബോസ് ലെവൽ ടാസ്കുകൾ, കാരണം ഇനിയിപ്പോ എലിമിനേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ബിഗ് ബോസ് ലെവൽ ടാസ്കുകൾ, അതായത് മോർണിംഗ് ടാസ്കുകളായിട്ട് കൊടുക്കത്തില്ലേ, ചൊറിയാൻ വേണ്ടി കൊടുക്കുന്ന കുറെ ടാസ്കുകളുണ്ട് നമ്മുടെ ബിഗ് ബോസിലെ. അപ്പൊ അതുപോലത്തെ ടാസ്കുകളൊക്കെ നാളെ മുതൽ വരുന്നു എന്നാണ് എനിക്ക് പ്രൊമോ കണ്ടതിൽ നിന്ന് മനസ്സിലായത്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നത് നാദിറയും സെറീനയും ആയിരുന്നു സീസൺ 5-ലെ. അടുത്ത ആഴ്ച നമ്മുടെ കിടിലം ഫിറോസും പോളി ഫിറോസും കൂടെയൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അഗ്നിപരീക്ഷയാണോ അതോ ചവറ്റുകൂന വറക്കലാണോ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്രി കച്ചവടം എന്നായിരുന്നു ഇന്നത്തെ ടാസ്കിന്റെ എനിക്ക് മനസ്സിലായത്. അഗ്നിപരീക്ഷയല്ല, ആക്രി പരീക്ഷ. ആക്രി എന്ന് പറഞ്ഞ് വിളിച്ച് വീഡിയോ തോറും നടക്കത്തില്ലേ ആക്രി പറക്കാനായിട്ട്, അതുപോലെ ആക്രി പറക്കി അടുക്കി ഇന്ന് മാക്സിമം പൊക്കത്തിലെത്തിക്കുന്ന ആൾക്ക് വിജയകിരീടം കൊടുക്കുന്ന ടാസ്ക് ആയിരുന്നു ഇന്ന് നടന്നത്. അഗ്നിപരീക്ഷ പോലും ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഔട്ടായത് ആരൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ വിശാഖ് വടശ്ശേരി ഔട്ടായി, പ്രണവ് ഔട്ടായി, അമൃത ഔട്ടായി, അളകനന്ദയും ഔട്ടായി. അളകനന്ദ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിന്ന ഒരാളാണ്. പക്ഷേ ഗെയിമിൽ ഇനി ബാക്കി 12 പേര് മാത്രമേ ബാക്കിയുള്ളൂ. വൈകിപ്പിക്കണ്ട, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഓഗസ്റ്റ് 23-ാം തീയതിയിലെ എപ്പിസോഡ് 9-ന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മൂളറ്റ് മീഡിയയിലോട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചവിട്ടി പൊട്ടിച്ചേക്ക്. അതോടൊപ്പം നിങ്ങൾ യൂട്യൂബിലോ അതുപോലെ ഇൻസ്റ്റയിലോ FBയിലോ ആണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന മോട്ടിവേഷനും കോൺഫിഡൻസും ഒക്കെയാണ്. ഓക്കെ, വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക. ഇന്ന് നാദിറയും സെറീനയും കൂടിയാണ് സ്പെഷ്യൽ ജഡ്ജസ് ആയിട്ട് വരുന്നത്. ഗസ്റ്റ് ജഡ്ജസ് ആണ്. മാസ്ക് ഓഫ് ടാസ്കിൽ ഇനി പ്രണവ്, സോന, അമൃത മാത്രമേ കഥ പറയാൻ ബാക്കിയുള്ളൂ. അവർ 3 പേരും കൂടി അങ്ങ് കഥ പറഞ്ഞ് ഈ ഒരു സെക്ഷൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ദെൻ പിന്നീടാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. ആദ്യം തന്നെ എല്ലാവരും കൂടെ ചേർന്ന് 4 ക്യാപ്റ്റൻസിനെ ചൂസ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ വോട്ടെടുപ്പോട് കൂടി താഷി, ഷിബിന, രാകേഷ്, എൽദോ ഇവർ 4 പേരും ക്യാപ്റ്റൻസ് ആയിട്ട് ഓരോരുത്തരോടും ടീം പിരിക്കാൻ പറയുകയാണ്. അങ്ങനെ രാകേഷിന്റെ ടീമിൽ ഷിജു, ലളിത, പൂജ. താഷിയുടെ ടീമിൽ വിശാഖ്, പ്രണവ്, അമൃത. ഷിബിനയുടെ ടീമിൽ ഷിജിൻ, ശ്യാം, സോന. എൽദോയുടെ ടീമിൽ ഷാമോൻ, അഫ്യാനാസ്, അളകനന്ദ. അപ്പം 4 പേരുള്ള 4 പേര് വീതമുള്ള 4 ഗ്രൂപ്പുകൾ. അങ്ങനെ ടോട്ടൽ 16 പേരുടെ ഗ്രൂപ്പ്. വേറെ ഒന്നുമല്ല, ബസർ 2 ടീമുകൾ തമ്മിലാണ് മത്സരിക്കേണ്ടത്. ബസർ അടിക്കുമ്പോൾ കുറെ ആക്രി സാധനങ്ങൾ, അതായത് കുപ്പി, വാട്ട, കലം, മറ്റത് മറിച്ചത് എല്ലാം. അതായത് ഇപ്പം ഞാൻ ഈ ഒരു എൻ്റെ ടേബിളിൻ്റെ പുറത്ത് കണ്ടാൽ ഇങ്ങനൊരു സാധനം ഇരിപ്പുണ്ട്, ഇങ്ങനൊരു സാധനം ഇരിപ്പുണ്ട്, ഇങ്ങനൊരു സാധനം ഇരിപ്പുണ്ട്, അടുത്ത് ഇങ്ങനൊരു സാധനം ഇരിപ്പുണ്ട്, ഇങ്ങനൊരു സാധനം ഇരിപ്പുണ്ട്, അപ്പം ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടി കുറേ സാധനങ്ങളുണ്ട്. ഒരാൾ അടുക്കാനായിട്ട് നിൽക്കുക. ഓരോ ടീമിലെ ഓരോ ആൾക്കാർ അടുക്കാനായിട്ട് നിൽക്കുക, അടുക്കി പറക്കി വെക്കാനായിട്ട്. ബാക്കി 3 സഹായികൾ. ഒരാൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് കൊടുക്കുക, അപ്പം ഞാൻ ഇങ്ങനെ അടുക്കുന്നു. അടുത്ത് 2ാമത്തെ ആൾ പോകുക, എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് കൊടുക്കുക, ഞാനിങ്ങനെ അടുക്കുന്നു. അടുത്ത് 3ാമത്തെ ആൾ പോകുന്നു, എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, ഞാനിങ്ങനെ അടുക്കുന്നു. അടുത്ത് 4ാമത്തെ ആളെന്ന് പറഞ്ഞാൽ വീണ്ടും 1ാമത്തെ ആൾ. അപ്പം ഇങ്ങനെ ബസർ ടു ബസർ സാധനം പറക്കി മാക്സിമം ഹൈറ്റിൽ അടുക്കി ബസർ അടിക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ നിൽക്കണം. അവരാണ് വിജയിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എൽദോയുടെ ടീമും താഷിയുടെ ടീമുമാണ് വന്ന് ചെയ്യുന്നത്. സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് 2 ടീമും. അതിനകത്ത് എൽദോയുടെ ടീമാണ് ജയിക്കുന്നത്. ഓക്കെ, എൽദോയുടെ ടീം ജയിക്കുന്നുണ്ടെങ്കിലും ഔട്ട് ഹൗസിലേക്ക് നമ്മുടെ അളകനന്ദയെയും പ്രണവിനെയും അഫിയാനാസിനെയും വിശാഖിനെയും കൂടി എന്ത് ചെയ്യുവാണ് നമ്മുടെ ജഡ്ജസ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് വിടുവാണ്. അതിൻ്റെ കാരണം പറയാം.
ഔട്ട് ഹൗസിലോട്ട് അവരെ വിടുകയാണ്. ആരെ അളകനന്ദയെ വിടുന്നുണ്ട്, അതുപോലെ തന്നെ പ്രണവിന്, അഫിയാനാസിന്, വിശാഖിന്. അതായത് ഇവരെന്ത് ചെയ്യാണ്, പെർഫോമൻസ് ബേസിസിൽ കുറവാണ്. ഇപ്പൊ ജയിച്ച എൽദോയുടെ ടീമിലുണ്ടായിരുന്ന നമ്മുടെ അഫിയാനാസിനെയും അളകനന്ദയും പോലും അവരെടുത്തുകൊണ്ട് കൊടുത്ത സാധനങ്ങൾ അത്ര പക്കയായിരുന്നില്ല, ഷേപ്പിനനുസരിച്ചിട്ട് അടുക്കി വെക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നില്ല. അപ്പൊ അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് അങ്ങനെയും ദെൻ പ്രണവിനെയും വിശാഖിനെയും എടുത്തുകൊണ്ട് വന്നതിന്റെ ഒരു കൃത്യത മൂലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഔട്ട് ഹൗസിലോട്ട് വിടുന്നത്. അടുത്ത് രണ്ടാമത്തെ റൗണ്ടായ ഷിബിനയുടെയും രാകേഷിന്റെയും ടീം സൂപ്പറായിട്ടാണ് കളിക്കുന്നത്. അതിനകത്ത് രാകേഷിന്റെ ടീമിൽ നിന്നും അടുക്കാൻ വരുന്നത് രാകേഷും, അടുത്ത് ഷിബിനയുടെ ടീമിൽ നിന്നും അടുക്കാൻ വരുന്നത് ഷിജിനുമാണ്. ഷിജിന്റെ ടീമാണ് ഇതിനകത്ത് ജയിക്കുന്നത്. പക്ഷേ രാകേഷിന്റെ ടീമിൽ രാകേഷ് ഒരു കാർപ്പൻറ്റർ ആയിരുന്നിട്ട് പോലും സാധനങ്ങൾ അടുക്കി വെക്കുന്നതിന്റെ ലെവലിൽ ഒരു എന്താ പറയുക, ഒരു അളവൊക്കെ അറിയായിരിക്കുമല്ലോ കാർപ്പൻറ്റർ. അപ്പം അതിനൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിനി നേരിട്ട് ഔട്ട് ഹൗസിലോട്ട് പറഞ്ഞു വിടുന്നത്. അങ്ങനെ രാകേഷ്, ശ്യാം, ലളിത ഇവർ 3 പേരും ഔട്ട് ഹൗസിലോട്ട് പോവാണ്. പക്ഷെ ആ 2 ടീമും എനിക്ക് ഇഷ്ടപ്പെട്ടത് രാകേഷിന്റെ ടീമും ഷിജിന്റെ ടീമും മാക്സിമം നല്ല രീതിയിൽ ഫസ്റ്റ് എൽദോയുടെയും താഷിലും ടീമും തമ്മിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടായിരുന്നു ഇവർ മത്സരിച്ചത്. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം സെറീനയ്ക്കും നാദിറയ്ക്കും ഒരാളെ ഔട്ട് ഹൗസിൽ നിന്നും എങ്ങോട്ട്, സേഫിലോട്ടും, സേഫിൽ നിന്നും ഔട്ട് ഹൗസിലോട്ടും സ്വിച്ച് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, അഫിയയെ പിടിച്ച് സേഫ് ആക്കുന്നു. എന്ത് കാര്യത്തിനോ എന്തോ അമൃതയെ പിടിച്ച് ഡേഞ്ചർ സോണിലാക്കുന്നു. അതൊന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വേലയാണെന്നുള്ളത്. എന്നിട്ട് ഇവർക്ക് വീണ്ടും ഒരു ടാസ്ക് കൊടുക്കുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ത് ടാസ്ക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്? നമ്മുടെ ബിഗ് ബോസിൽ സ്ഥിരം ഉള്ളതുപോലെ തന്നെ ഒരു ബൗളുണ്ട്. ആ ബൗളിനകത്ത് കുറേ ചിറ്റുകളുണ്ട്. അപ്പോൾ ഈ ചിറ്റുകളിൽ നിന്ന് ഒരു ചിറ്റ് എടുക്കുക. അപ്പോൾ ഈ ചിറ്റിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണോ ആ ചിറ്റ്, അതിനകത്ത് എഴുതിയിരിക്കുന്ന വേർഡ് ഇവിടെയുള്ള ആരുമായിട്ടാണ് സാമ്യമുള്ളത് അവരുടെ പേര് പറയുക. അതായത് അപ്പോൾ പ്രണവ് ഒരെണ്ണം എടുക്കുന്നു. അതിനകത്ത് ഔട്ട് ഹൗസിലുള്ളവർ മാത്രം എടുത്താൽ മതി. അതിനകത്ത് കൺഫ്യൂസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശാഖാണ് ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ് റീസൺ പറയുകയാണ് പ്രണവ്. അടുത്ത് അളകനന്ദ എടുക്കുന്നുണ്ട്. നോട്ട് ഡിസർവിങ് ആണ് കിട്ടുന്നത്. അതിനകത്ത് അമൃതയുടെ പേര് പറയുന്നു. അടുത്ത് ദെൻ അമൃത എടുക്കുന്നത് മാനിപ്പുലേറ്റീവ് എന്ന് പറയുന്ന ചിറ്റാണ്. അത് അളകനന്ദയാണെന്ന് അമൃത പറയുന്നു. വിശാഖ് എടുക്കുന്നത് ബോറിംഗ്, അത് ശ്യാമാണ്. ശ്യാം എടുക്കുന്നത് ഫേക്ക്, അത് പ്രണവാണ്. രാകേഷ് എടുക്കുന്നത് ഇൻവിസിബിൾ, അത് പ്രണവാണ്. ലളിത എടുക്കുന്നത് എന്താ പറയുക, അറ്റൻഷൻ സീക്കർ, അത് അമൃതയാണ് എന്നാണ് പറയുന്നത്. അപ്പം ആരും ഒരു ആരോപണവും ഉന്നയിക്കാത്തത് രാകേഷിനും ലളിതയാണ്. ബാക്കി എല്ലാവരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഈ ഔട്ട് ഹൗസിൽ ഇതിങ്ങനെ ടാസ്ക് കൊടുത്തന്നേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് ഔട്ട് ഹൗസിലുള്ള എല്ലാവരുടെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 യമുന റാണി 28ാമത്തെ ദിവസം ഔട്ട് ആയപ്പോൾ കൊടുത്തിരുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് ആരൊക്കെ എവിക്ഷനിലുണ്ട് അവരെല്ലാവരും കൂടെ നിൽക്കുക. അവരുടെ ഫ്രണ്ടിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് കൈയിടുക. കൈയിട്ടിട്ട് കൈ എടുക്കുമ്പോൾ അതിനകത്തൊരു പെയിന്റ് ആയിരിക്കും. ഇപ്പോൾ പച്ച പെയിന്റ് ആണെങ്കിൽ സേഫ്, ചുവപ്പ് പെയിന്റ് ആണെങ്കിൽ എവിക്റ്റഡ്. സെയിം ടാസ്ക് നമ്മുടെ എന്താ പറയുക, ഔട്ട് ഹൗസിലുള്ള എല്ലാവരും കൂടി അതിനകത്ത് കൈയിടുന്നുണ്ട്. അങ്ങനെ വിശാഖ്, അതുപോലെ പ്രണവ്, അമൃത, അളകനന്ദ ഇവർ 4 പേരും എലിമിനേറ്റ് ആവുകയാണ്. റെഡ് പെയിന്റ്. രാകേഷ് ഗ്രീൻ സേവ്ഡ് ആണ്, അത് ഫെയർ തന്നെയാണ്. അടുത്ത് ലളിത ഗ്രീൻ സേവ്ഡ്, വലിയ കുഴപ്പമില്ല. ലളിതയൊക്കെ അത്യാവശ്യമൊക്കെ കാണേണ്ടടുത്തൊക്കെ കാണുന്നുണ്ട്. ദെൻ ശ്യാമിന്റെ കേസിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ശ്യാം ഇപ്പോൾ ഭയങ്കര ശ്യാമിനെ സേവ് ആക്കി കൊണ്ടുപോകുന്ന പോലെ എനിക്ക് ഫീൽ ആകുന്നുണ്ട്. പിന്നെ ഇന്നത്തെ എവിക്ഷന്റെ കേസിൽ വിശാഖിനെയും കാണാനൊന്നുമില്ല അങ്ങനെ അധികം. പിന്നെ അമൃതയും കാണാനൊന്നുമില്ല അധികം. അളകനന്ദയെ സത്യം പറഞ്ഞാൽ വിസിബിൾ ആയിരുന്നു. അളകനന്ദ വിസിബിൾ ആയിരുന്നു. എല്ലാ എപ്പിസോഡിലും അളകനന്ദ നല്ല രീതിയിൽ വിസിബിൾ ആണ്. സോ എനിക്ക് അളകനന്ദയുടെ എവിക്ഷനിൽ എനിക്ക് ഓക്കെ അല്ല. ദെൻ പ്രണവിന്റെ കേസിലും പ്രണവ് വിസിബിൾ അല്ല, സംഭവം വിസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്നിട്ടാണ് ടോപ്പ് 12 കണ്ടസ്റ്റൻസിനെ അനൗൺസ് ചെയ്യാണ്. ആരൊക്കെ? പൂജ, ഷിബിന, എൽദോ, ഷിജിൻ, രാകേഷ്, ഷിജുലാൽ, താഷി, സോന, അഫിയാനാസ്, ലളിത, ശ്യാം, ഷാമോൻ. ഇവര് 12 പേരുണ്ട്. ഈ 12 പേർക്ക് വേണ്ടി നമ്മൾ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാം. എങ്ങനെ? ഹോട്ട്സ്റ്റാറിലാണ് വോട്ട് ചെയ്യാനുള്ളത്. നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ പേജ് എടുക്കുമ്പോൾ അവിടെ വോട്ട് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ദിവസം ഒരു വോട്ടുണ്ട്. അപ്പൊ എത്രാം തീയതി വരെയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ നിലവിൽ വോട്ടിംഗ് ഓപ്പൺ ആയിട്ടില്ല. വോട്ടിംഗ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. എപ്പിസോഡ് ഇന്നിപ്പോൾ സൺഡേയിലത്തെ എപ്പിസോഡാണത്. സൺഡേയിലത്തെ എപ്പിസോഡ് ആകുമ്പോൾ രാത്രി 9 മണി മുതൽ 10 മണി വരെ, 10:30 വരെയാണ്. 10:30 കഴിയുമ്പോഴത്തേക്കും വോട്ടിംഗ് ലൈൻസ് ഇന്ന് രാത്രി മുതൽ ഓപ്പൺ ആവും. നിങ്ങൾ പോയി ദയവ് കരുതി കളിക്കുന്ന ആർക്കെങ്കിലും വോട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വോട്ടൊന്നും ചെയ്യത്തില്ല, കാരണം ഞാൻ ബിഗ് ബോസിന് വോട്ട് ചെയ്യില്ല, അഗ്നിപരീക്ഷയ്ക്ക് വോട്ട് ചെയ്യില്ല. കാരണം ഞാൻ റിവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കണ്ട് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഒരു റിവ്യൂവറായ എൻ്റെ ധർമ്മം. സോ
ഞാൻ വോട്ട് ചെയ്യത്തില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ ആര് വരണം എന്ന് വോട്ട് ചെയ്യുക എന്നെനിക്ക് തോന്നുന്നു. അതിനകത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു രാകേഷ് കയറാൻ ചാൻസ് ഉണ്ട്. രാകേഷ് അത്യാവശ്യം നന്നായിട്ട് വിസിബിൾ ആണ്. അതുപോലെ തന്നെ താഷി കയറാൻ ചാൻസ് ഉണ്ട്. താഷി നല്ല രീതിയിൽ വിസിബിൾ ആണ്. ദെൻ ലൊല്ലിത കയറാനായിട്ട് ചാൻസ് ഉണ്ട്. ലൊല്ലിത അത്യാവശ്യം നന്നായിട്ട് വിസിബിൾ ആണ്. പിന്നെ വേറെ ആരും അങ്ങനെ വിസിബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൽദോ ചിലപ്പോൾ കയറുമായിരിക്കാം. മിണ്ടാതെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ നോക്കും. അപ്പോൾ വേറെ ആരും എനിക്ക് അത്ര ആക്റ്റീവായിട്ട് തോന്നുന്നില്ല. പൂജ ശരത്ത്, ഷിബിന, ഷിജിൻ, ഷിജുലാല്, സോന, അഫിയാനാസ്, ഷാമോൻ എനിക്ക് അത്ര ആക്റ്റീവായിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ ഫേവറേറ്റ്സിന് നിങ്ങൾ പോയി വോട്ട് ചെയ്യുക. ഒപ്പീനിയൻസ് താഴെ പറയുക. ഒന്നും പറയാനില്ല, റിവ്യൂ ഒന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കഥ പറയേണ്ട അവസ്ഥയാണ്. കാരണം മൊത്തം ഇപ്പം നടക്കുന്നതൊക്കെ തോന്നിവാസമാണ്. ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ വേസ്റ്റാണ്. എന്തിനാണ് ഗസ്റ്റുകളെ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു പിടിയും അറിയത്തില്ല. നമുക്ക് നോക്കാം. കാരണം വെറുതെ ഈച്ചയായിട്ട് ഇരിക്കാനാണ് അവരെയും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഗസ്റ്റ് വന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.